തുറന്നു പറയുന്നത് കൊണ്ട് ആർക്കും പിണക്കം തോന്നരുത്. മനോരമ ന്യൂസിലെ അയ്യപ്പദാസ് നല്ല ഒന്നാം തരം വലതുപക്ഷക്കാരനാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷത്തെ പുൽകാനും മടിയില്ലെന്ന് ന്യൂസ് ലാബിന് പറയേണ്ടി വരുന്നത് പ്രതിദിന ചർച്ചാ പരിപാടിയായ കൗണ്ടർ പോയിന്റിൽ അയ്യപ്പദാസ് ഇന്നലെ നടത്തിയ ചില ഇടപെടലുകളാണ്. കോൺഗ്രസ് പ്രതിനിധിയോടും രാഷ്ട്രീയ നിരീക്ഷകനോടും പെരുമാറുന്ന പോലെയല്ല CPM പ്രതിനിധിയോട് പെരുമാറുന്നത്. ഒന്നാമത്തെ ആളുകളോട് ചോദ്യമാണെങ്കിൽ CPM പ്രതിനിധിയോട് നടത്തുന്നത് ചോദ്യം ചെയ്യലാണ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അയ്യപ്പദാസേ, എങ്ങനെയാണ് സമൂഹത്തിൽ സമരങ്ങൾ രൂപപ്പെടുന്നത്? എങ്ങനെയാണ് അപൂർവം ചില സമയങ്ങളിൽ സമരം അക്രമത്തിൻ്റെ പാതയിലേക്ക് വഴിമാറിപ്പോകുന്നത്? പഴയ വിദ്യാർത്ഥി സംഘടനാ കാലമൊന്ന് ഓർത്തെടുത്ത് നോക്ക്, മറുപടി കിട്ടും ഉറപ്പ്. സാമൂഹ്യജീവിയല്ലേ, കേരളം അറിയപ്പെടുന്ന അവതാരകനല്ലേ? സമരങ്ങളെക്കുറിച്ച് കേവലം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജ്ഞാനം മാത്രമേ ഇത്രയും കാലം കൊണ്ട് നേടാനായുള്ളൂ. കൗണ്ടർ പോയിന്റിൻ്റെ 45-ാം മിനിറ്റിന് ശേഷമുള്ള അയ്യപ്പദാസിന്റെ ചോദ്യമാണ് ഇങ്ങനെയൊരു മറുചോദ്യം ഉന്നയിക്കാൻ ന്യൂസ് ലാബിന് പ്രേരകമായത്. അല്ല, ഈ മടിയിൽ കനമില്ല, ഇത് പിണറായി വിജയൻ ആയിരിക്കില്ല. പിന്നെ മറ്റൊരു കേസ് ഉള്ളതാണല്ലോ, പത്രം വായിക്കുന്നവരായിരിക്കുമല്ലോ CPM പ്രവർത്തകരൊക്കെ. അപ്പൊ ഹൈക്കോടതി തലേന്ന് ഈ അന്വേഷണത്തിനുള്ള തടസ്സം നീക്കിയതൊക്കെ CPM പ്രവർത്തകർ വായിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ മടിയിൽ കനമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഭയം? ED വന്ന് കണ്ടിട്ട് പോകും. പിന്നെയും 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 ചൊറിയുന്നുണ്ട് അയ്യപ്പദാസ്. ചൊറിയും. അത് അയ്യപ്പദാസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് താനും. സമൂഹത്തെ അങ്ങേയറ്റം പ്രതിലോമകരമായി സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ ഉപകരണമാക്കി മാറ്റിയ, അതിനെ എതിർക്കുന്നവരെയും ചെറുക്കുന്നവരെയും നിലയ്ക്ക് നിർത്താൻ ED എന്ന കേന്ദ്ര ഭക്തജന സംഘത്തെ അയക്കുമ്പോൾ കേരളം അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലേ? ഇവിടെ പ്രത്യേകിച്ചും പിണറായി വിജയനെ 8 മണിക്കൂറിലേറെ തടഞ്ഞു വെച്ചതിൽ പ്രതിഷേധം ഉയരില്ലെന്നാണോ കരുതുന്നത്? സമരഭടന്മാരായ ജനക്കൂട്ടമാണ്. അതിനെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് അമ്പേ പരാജയപ്പെട്ടു പോയത് കൊണ്ടല്ലേ ED സംഘം പുറത്തേക്കിറങ്ങിയപ്പോൾ അയ്യപ്പദാസ് ചൂണ്ടിക്കാണിക്കുന്ന ആക്രമണമുണ്ടായത്? പ്രക്ഷോഭകരെ അവിടെ നിന്നും മാറ്റിയ ശേഷം ED സംഘത്തിന് കടന്നു പോകാൻ വഴിയൊരുക്കുകയല്ലേ സത്യത്തിൽ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്? അയ്യപ്പദാസിന് മറുപടി കൊടുക്കാൻ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു തമാശ ശ്രദ്ധയിൽപ്പെട്ടത്. രാഹുൽ ഗാന്ധിയെ ED വേട്ടയാടിയപ്പോഴും തങ്ങൾ സമരം ചെയ്തിട്ടുണ്ടെന്ന് അരുൺകുമാർ പറയുമ്പോൾ വഷളൻ ചിരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോ ഞങ്ങളും പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ED രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമ്പോ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുമ്പോ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളടക്കം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതാ. ഇവിടെ കേരളത്തിൽ ഇവർക്ക് വ്യത്യസ്ത നിലപാടും വ്യത്യസ്ത സമീപനമായതുകൊണ്ട് ആയിക്കോട്ടെ. വരാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇടവേളയിലേക്ക് കടന്ന് അരുൺകുമാറിന്റെ വാക്കുകളുടെ മുനയൊടുക്കുകയാണ് ഈ സമയം അയ്യപ്പദാസ് ചെയ്തത്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചോദ്യം ജിൻഡോ ജോണിനോട്. കർണാടകയിലെ കോൺഗ്രസ് EDയോട് ചെയ്തത് എന്താണ് എന്നതായിരുന്നു ചോദ്യം. അരി എത്ര, പയർ അഞ്ഞാഴി എന്നതായിരുന്നു ജിൻഡോയുടെ മറുപടി. ഇനി കേരളത്തിലെ മാധ്യമങ്ങളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത കണ്ടിട്ടാണ് ഇവർ കൂടിയതും അക്രമം നടത്തിയതെന്ന് പറയുന്നു. ഇവർ മനോരമ അടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളെയും ആക്ഷേപിക്കുകയും ഇതൊന്നും ഞങ്ങൾ കാണാത്ത ആളുകളാണ്, വൃത്തികെട്ട ചാനലും പത്രങ്ങളാണെന്ന് നിരന്തരം പറയുകയും ചെയ്യും. എന്നിട്ട് ഇവർ ഈ ചാനലുകളിൽ വന്ന വാർത്ത കണ്ടിട്ടാണ് അക്രമത്തിന് പോയെന്ന് പറയുന്നു. അതിന്റെ ഒരു സംശയമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞത് അത്രയും കൗണ്ടർ പോയിന്റിന്റെ അവസാന ഭാഗങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു. ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയെക്കുറിച്ച് അരുൺകുമാർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി RSSന്റെ നേതാക്കന്മാരെ കണ്ട വിവരം താങ്കൾക്ക് അറിയാമല്ലോ. ആരെയൊക്കെയാ കണ്ടത്, എന്തിനാണ് കണ്ടത്, ഏതെങ്കിലും കേസിലെ പ്രതികളടക്കം കൂടെ, കേസുമായി ബന്ധപ്പെട്ട ആളുകളടക്കം കൂടെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ. ഇതുവരെ ഒരു റീസണബിൾ എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഇതിന് അയ്യപ്പദാസ് മറുപടി പറഞ്ഞില്ലെങ്കിലും രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയതിനെ വല്ലാതെ ന്യായീകരിച്ചു മെഴുകുകയാണ് അയ്യപ്പദാസ്. വസ്തുതാപരമായി പറയണമെന്നും അവതാരകൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് നളിനി നെറ്റോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരുന്നതിന് ശേഷം എങ്ങോട്ടാണ് പോയതെന്നാണ്. ഈ നളിനി നെറ്റോ ഏത് പോസ്റ്റിലായിരുന്നു സാർ? പിന്നെ എവിടേക്കാണ് പോയത് സാർ?
അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, അതിനുള്ള മറുപടി ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പൊന്നയ്യപ്പദാസേ, ഇക്കാര്യം കഴിഞ്ഞൊരു ന്യൂസ് ലാബിലും പങ്കുവച്ചതാണ്. ഒരിക്കൽ കൂടി പറയാം. കാരണം വ്യാജമായി തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇക്കാര്യം ആവർത്തിക്കേണ്ടി വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന നളിനി നെറ്റോ ഏകദേശം 11 വർഷത്തോളം ആ പദവിയിൽ ഇരുന്നയാളാണ്. 2011 UDF ജയിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പും 2014 നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയ ലോക്സഭാ തിരഞ്ഞെടുപ്പും ചില ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെ അടങ്ങുന്നതായിരുന്നു നളിനി നെറ്റോയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയുടെ ആകത്തുക. ഇതിനുശേഷമാണ് അവർ തിരികെ സർവീസിൽ കയറുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സെക്രട്ടറിയായി കയറി ചെല്ലുകയായിരുന്നില്ല, മറിച്ച് ഹോം ഡിപ്പാർട്ട്മെന്റിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവുകയായിരുന്നു. പിന്നീട് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു. ഇതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നളിനി നെറ്റോ വരുന്നത്. അയ്യപ്പദാസിന്റെ ചോദ്യത്തിന് ഉത്തരമായി അരുൺകുമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചില്ല. അതുകൊണ്ടാണ് ന്യൂസ് ലാബിന് ഇത് പറയേണ്ടി വന്നത്. പിന്നെ രത്തൻ കേൽക്കറെ കുറിച്ച് പരാതി ഉണ്ടായിരുന്നോ എന്നും അയ്യപ്പദാസ് ചോദിച്ചിരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും സാക്ഷാൽ VD സതീശന് തന്നെയും രത്തൻ കേൽക്കർക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. SIRൽ തിടുക്കപ്പെട്ട നടപടി സ്വീകരിച്ചതിൽ ഇടതുപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടിപ്പോൾ മനോരമയുടെ അവതാരകൻ പറയുകയാണ് പരാതിരഹിതനായ IAS ഓഫീസറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കർ എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ അയ്യപ്പദാസേ, ഇനി ഇത് ആവർത്തിക്കരുത്. ചർച്ചയുടെ 43-ാം മിനിറ്റിന്റെ അവസാന ഭാഗത്ത് അരുൺകുമാർ ചില സുപ്രധാന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും അയ്യപ്പദാസിന് മറുപടിയില്ല. അതായത് മാധ്യമങ്ങൾ കാണിക്കുന്ന നെറുകേടിനെതിരെ പറയാൻ അയ്യപ്പദാസിന്റെ നാവ് പൊന്തില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും കോടീപതി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഒരു കാർഡ് ഇറങ്ങി. പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ പേരിൽ ആ കാർഡ് ഇറങ്ങിയ 2 ദിവസം കഴിഞ്ഞ് ആ ചാനൽ കാർഡ് നിഷേധിച്ചു. ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. എത്തേണ്ടടുത്തെല്ലാം അത് എത്തി. ഈ കഴിഞ്ഞ ആഴ്ചയാ പിണറായി തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട് 3 ലക്ഷം രൂപ വാടകയ്ക്ക് താമസിക്കുന്ന വീടെന്നും പറഞ്ഞ് മറ്റൊരു കാർഡ് ഇറങ്ങി. എല്ലാം പോട്ടെ, ഇന്നലെ വീണ വിജയന്റെ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ചാനലിന്റെ പേരിൽ, ഏഷ്യാനെറ്റിന്റെ പേരിൽ ഒരു കാർഡ് ഇറങ്ങി. ഇതുവരെ അവർ നിഷേധിച്ചിട്ടില്ല. ആ കാർഡ് താങ്കൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. 242 അക്കൗണ്ടുകൾ പൂട്ടി. ഒരു ബാങ്ക് അക്കൗണ്ട് 1,76,000 രൂപയുള്ള അക്കൗണ്ട് ED എവിടെ വന്ന് കയറിയാലും ഒരു ഫോൺ കൊടുക്കും, അക്കൗണ്ട് ഷീറ്റ് എടുത്തുകൊണ്ട് പോകും. അത് എടുക്കേണ്ട പബ്ലിക് ഡോക്യുമെന്റ് ആണല്ലോ, അവർക്ക് എടുത്ത് അല്ലാതെ തന്നെ ബാങ്കിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. അത്തരത്തിൽ എത്രയോ നിരന്തരമായ വ്യാജ കള്ള വാർത്തകളാണ് വരുന്നേ. ഏത് മാധ്യമമായിക്കോട്ടെ, ഒരു 2-3 ദിവസം കഴിഞ്ഞ് നിഷേധിച്ചിട്ട് കാര്യമില്ല, എത്തേണ്ടടുത്തൊക്കെ എത്തും. രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്ത ദാമോദർ പ്രസാദ് നടത്തിയ അരാഷ്ട്രീയതയടക്കം ചൂണ്ടിക്കാണിക്കണമെന്നുണ്ട്. പക്ഷേ സമയപരിമിതി ഉള്ളതിനാൽ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ന്യൂസ് ലാബ് അവസാനിപ്പിക്കുകയാണ്. CPM ഭരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷമാകും. അതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ നൈതികതയെന്ന് മിക്ക ദിവസവും ഓരിയിടും. പക്ഷേ CPMന് ഭരണം നഷ്ടപ്പെട്ടിട്ടും മാധ്യമങ്ങൾ കോൺഗ്രസിനൊപ്പം തന്നെയാണ്. ആര് ഭരിച്ചാലും മാധ്യമങ്ങളുടേത് പ്രതിപക്ഷ സ്വഭാവമുള്ള ഇടപെടൽ ആയിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞ മിക്ക അവതാരങ്ങളും ഇപ്പോൾ മഹാമൗനത്തിൻ്റെ വാൽമീകത്തിൽ സുഖസുഷുപ്തിയിലാണ്. അതായത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും മാധ്യമങ്ങൾ CPMനോട് കലഹിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ജീനിൽ ഉറച്ചുപോയ തൊഴിലാളി വിരുദ്ധതയുടെ മൂർത്ത രൂപമാണ്. സംശയമുണ്ടെങ്കിൽ ഈ വാക്കുകൾ ഇത് കേൾക്കുന്നവർ കുറിച്ചു വെച്ചോ. CPM എവിടെയാണോ നിലയുറപ്പിക്കുന്നത് അതിന് നേർ വിപരീത ദിശയിൽ മാർച്ച് പാസ്റ്റ് നയിക്കുകയായിരിക്കും ഇനിയുള്ള കാലത്തും കേരളത്തിലെ മാധ്യമങ്ങൾ. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.